ഗുഡ് ഈവനിങ്. എന്തൊരു സൂപ്പർ സൺസെറ്റ് ആണല്ലേ. കൊടും ചൂട് സമ്മാനിച്ച് സൂര്യഭഗവാൻ അങ്ങ് പോകുകയാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ആ കൊടും ചൂട് അനുഭവിക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. ഇപ്പോഴും ചെറിയ ചൂടൊക്കെ ഉണ്ട്, എന്നാലും ഒരു ആശ്വാസം. ഹലോ, ഗുഡ് ഈവനിങ്. സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. നമുക്ക് ഒരു ഈവനിങ് വോക്കിന് പോകാം. ഇപ്പം 6 മണി ആയെങ്കിലും പക്ഷെ വലിയതായിട്ട് ഇരുട്ടിയിട്ടൊന്നുമില്ല. ചൂടൊക്കെ ഉണ്ട്. രാവിലെ മഴയൊക്കെ പെയ്തായിരുന്നു, പക്ഷേ വലിയ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. എന്നാലും ചൂടിന് അല്പം ശമനമുണ്ടെന്ന് പറയാം. എൻ്റെ കയ്യിലൊരു 100 രൂപയുണ്ട്. ഈ 100 രൂപ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാം. അപ്പം നമുക്ക് ഒരുമിച്ച് വോക്കിന് പോയിട്ട് വരാം. പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കോസ്റ്റ്യൂം ഇതാണ്. ഒരു ബനിയനും ഒരു കാർഗോ പാൻറ്റും ആണുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡോറൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിക്കിക്ക് പുറത്ത് പോകാനൊക്കെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ പാർക്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് അവളൊരു വഴക്കുണ്ടാക്കും. റോട്ടിലൊക്കെ കിടന്നിട്ട് അങ്ങ് ഉരുണ്ട് മറിഞ്ഞൊരു വഴക്ക്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാവും. ജെൻറ്റിൽ പാരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, പക്ഷേ ചില സമയത്ത് പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആൾ ഓക്കെയാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ നിക്കി ചോദിക്കും, എന്തിനാ അമ്മ ഈ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയും. നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുമ്പം പൊട്ടറ്റോ ചിപ്സ് മേടിക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിപ്സ് മേടിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ വലതുവശത്ത് കാണുന്ന കോപ്പറേറ്റീവാണ്. അവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഞാൻ നിക്കിനോട് പറഞ്ഞു, നിക്കി പോയി ചിപ്സ് മേടിച്ചിട്ട് വാ. അപ്പോൾ നിക്കി ഞാൻ പോവില്ല, പൈസ ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നടക്കുന്നത്. ഈ വശത്തായിട്ടാണ് നമ്മുടെ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ഏജൻസിയും നമ്മുടെ CRP ക്യാൻറ്റീനും ഒക്കെ ഉള്ളത്. ഇത് ഏതോ സാറ് ഒരു പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തതാണ്. ആ പട്ടി തിന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ പാർക്കിലോട്ട് പോയി. പാർക്കിൽ നിന്ന് കാണുന്നതാണിത്. ഇവിടെയാണ് കരിമ്പിൻ ജ്യൂസിൻ്റെയും കരിക്കിൻ്റെയൊക്കെ കട. പിന്നെ അവിടെ പാനിപ്പൂരിയും ബജിയൊക്കെ അവിടെ നിന്ന് കിട്ടും. ബജി മേടിക്കാൻ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. പാനിപ്പൂരി എനിക്ക് അത്ര ഇഷ്ടമല്ല. അതിനുശേഷം ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി പാർക്കിൽ നിന്നിറങ്ങി ഏട്ടൻ നിൽക്കുന്നിടത്തേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഒരു ഗ്രൗണ്ടാണ്. ഇതിൻ്റെ വലതുവശത്ത് കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ ഞാൻ ഏട്ടൻ നിൽക്കുന്നിടത്ത് എത്തി. ഇതെല്ലാം CRPFൻ്റെ ആണ്. ഇപ്പോൾ 7 മണി ആയതുകൊണ്ട് ഇതെല്ലാം അടച്ചു. ഇവിടെ നമുക്ക് ഗന്ന ജ്യൂസ്, ഐസ്ക്രീം, പ്രിൻ്റ് എടുക്കാം. പിന്നെ അവിടെ വെറ്റ് ക്യാൻറ്റീനുണ്ട്. വെറ്റ് ക്യാൻറ്റീനിൽ നിന്ന് നമുക്ക് ബിസ്ക്കറ്റ്, ബേക്കറി ഐറ്റംസ് ഒക്കെ കിട്ടും. അവിടുന്ന് ഞങ്ങളൊരു ചാന്ത് ബിസ്ക്കറ്റ് മേടിച്ച് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അത് ചന്ദ്രനെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ചാന്ത് ബിസ്ക്കറ്റ് എന്ന് പേര് വന്നത്. ഈ ബേക്കറി ഐറ്റംസ് ഫ്രഷാണ്. ഇത് ഡെയിലി ബേസിസിൽ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ബിസ്ക്കറ്റ് ആണെങ്കിലും ലഡു ആണെങ്കിലും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഓരോ ദിവസം സമോസ, ചിക്കൻ പക്കോട, അങ്ങനെ ഓരോ ഐറ്റംസും ഇവിടെ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സമോസയൊക്കെ മേടിച്ചു. ഏട്ടന് കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ നിക്കിയും കൂടെ ഒന്ന് ഗ്രൗണ്ട് വരെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ പഴയ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടാണ്. അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഞാൻ കുറേ നാളായി പോയിട്ട്. അതുകൊണ്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പം അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതേ വേഗത്തിൽ തന്നെ തിരിച്ചിങ്ങ് പോന്നു. അവിടുന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് സ്കൂട്ടറിൽ ക്വാർട്ടേഴ്സിലോട്ട് പോയി. ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട് ഞങ്ങൾ സമോസയും ചിപ്സും ഒക്കെ കഴിച്ചു. അതിനിടയ്ക്ക് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. ആ സാറ് നാളെ റിലീവ് ആകുകയാണ്. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് നേരെ കയറി കിടന്നു. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഗുഡ് നൈറ്റ്.